നമ്മൾ ഇന്നലെ പഠിച്ച ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ച് ഇനി നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ് ആ മെത്തേഡ് ചെയ്യാൻ പോകുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x + 2y = 11 എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനും 2x + 3y = 4 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനും. അവിടെ നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ നേരം നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ആ രീതിയിൽ പഠിച്ച് അതുപോലെ അങ്ങ് പഠിച്ച് വെച്ചേക്കുക. ഉദാഹരണത്തിന് നമുക്കിവിടെ വൈയുടെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ. എല്ലാ ക്വസ്റ്റ്യനകത്തും എന്താ കാര്യം, ഇങ്ങനെയുള്ള ഏത് രണ്ട് ഇക്വേഷൻസ് നമ്മളെ മുന്നിൽ തന്നെ സോൾവ് ചെയ്യാൻ തന്നാലും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ടി ഒരു കാര്യം, നമ്മൾ വൈയുടെ കോഎഫിഷ്യൻസിനെ ഈക്വലാക്കാൻ നോക്കുക. മെത്തേഡ് പറഞ്ഞുതരാം. വൈയുടെ കോഎഫിഷ്യൻസിനെ ഈക്വലാക്കണം. അപ്പം സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യൻസ് കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷനെയും ഫസ്റ്റ് ഇക്വേഷനകത്തെ വൈയുടെ കോഎഫിഷ്യൻ്റ് കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പുതിയ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നന്നായിട്ട് ശ്രദ്ധിച്ചോളുക. സെക്കൻഡ് ഇക്വേഷനകത്ത് വൈയുടെ കോഎഫിഷ്യൻ്റാണ് 3 കൊണ്ട് നമ്മൾ 3 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. 3 × 3 9x, 3 × 2 6y, 3 × 11 33. ഇങ്ങോട്ട് 2 × 2x 4x, 2 × 3 6y, 2 × 4 8. അപ്പോൾ പുതിയ രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനോടെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. വൈയുടെ കോഎഫിഷ്യൻസ് ഈക്വലാണ് 6 ആണ്. ഒരേപോലുള്ള കോഎഫിഷ്യൻ്റുള്ള അല്ലെങ്കിൽ 6y 6y നമുക്ക് ഉറപ്പായിട്ടറിയാം. ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷൻ കുറച്ചാൽ നമുക്ക് 6y അങ്ങ് പോവും, ഇല്ലാതായി പോവും. അപ്പം സബ്ട്രാക്റ്റിങ് 4 ഫ്രം 3 4 നമ്മൾ 3ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പം 9x - 4x 5x, 6y നിന്ന് 6y പോയാൽ ഒന്നുമില്ല, പോയി. 33 - 8 = 25. ദാറ്റ് ഈസ് x = 25 / 5 = 5. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1. നമ്മൾ ഏത് ഇക്വേഷനകത്ത് ഈ 4 ഇക്വേഷനിൽ ഏതിട്ടാലും നമുക്ക് ആൻസർ കിട്ടും, സെയിം ആൻസർ. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇടുമ്പം 3x + 2y = 11. എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുമ്പം 3 × 5 + 2 × y = 11. 2y = 11 - 3 × 5 15. 11 - 15 = -4. y = -4 / 2 = -2. നമുക്ക് സൊല്യൂഷൻ കിട്ടി. x = 5 and y = -2. ഇനി അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യുന്നു. കാരണം ഇവിടെ രണ്ടും പ്ലസ് ആയിരുന്നു, ഇവിടെ രണ്ടും മൈനസ് വന്നിരിക്കുകയാണ്. നമ്മൾ സെയിം മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പം ഈ നെഗറ്റീവ് സിമ്പിളിനെ നമ്മൾ എടുക്കാനേ പാടില്ല. നെഗറ്റീവ് സിമ്പിൾ അതുപോലെ അവിടെ ഇട്ടിട്ട് കോഎഫിഷ്യൻറ്റിനെ മാത്രം എടുക്കുക വിത്തൗട്ട് സൈൻ. 2 × 4 അപ്പോൾ 8x, 2 × y 2y, 2 × 3 6 എന്ന് വെച്ചാൽ നമ്മൾ -2y 2 മാത്രമേ എടുത്തു. സിമ്പിൾ സൈനിനെ അവിടെ തന്നെ ഇട്ടേക്കുന്നു, സൈൻ എടുക്കാൻ പാടില്ല. ഇങ്ങോട്ട് വൈയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്. 1 × സെക്കൻഡ് ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെ കിട്ടും, ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെയും സെയിം അല്ലേ, നമ്മൾ -92y സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇല്ലാതാവുന്നുണ്ട്. അവിടെയും സബ്ട്രാക്ട് ചെയ്യുകയാണ് ഇക്വേഷൻ. 8x - x 7x, ഇത് പോയി. 6 - -1 6 - -1 + 6 - -1 7 ആകുന്നു. x = 7/7 = 1. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x ഇൻ ഇക്വേഷൻ നമ്പർ 1. 4x - y = 3 നമ്മൾ ഇട്ടു. 4 × 1 - y = 3. ദാറ്റ് ഈസ് -y = 3 - 4 - 1. ദാറ്റ് ഈസ് -y = -1. ദാറ്റ് ഈസ് y = 1. x 1 കിട്ടി, y നമുക്ക് 1 കിട്ടി. ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം വരും. ഇവിടെ രണ്ടും പോസിറ്റീവാണ്, ഇവിടെ രണ്ടും നെഗറ്റീവാണ്. രണ്ടും പോസിറ്റീവായപ്പോൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇല്ലാതായി, രണ്ടും നെഗറ്റീവായെങ്കിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഇല്ലാതായി. വളരെ പ്രധാനപ്പെട്ട റൂൾ മനസ്സിൽ വെച്ചോളുക. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് വരും. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത്, എപ്പോഴും നമ്മൾ വൈയുടെ കോഎഫിഷ്യൻസ് തന്നെ ഇക്വേറ്റ് ചെയ്യുക, ഒരുപോലെ ഈക്വലാക്കി കൊടുത്തിട്ട് സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തില്ലാതാക്കുക മിഡിലിട്ടേയും, ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തില്ലാക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ പോസിറ്റീവ് 6y നെഗറ്റീവ് 6y ആയിരുന്നു എങ്കിൽ ആഡ് ചെയ്യുമ്പം ഇത് രണ്ടും ഇല്ലാതാവും, ഇത് രണ്ടും ആഡ് ചെയ്യും, ഇത് രണ്ടും ആഡ് ചെയ്യും. ഇനി നമുക്ക് എക്സാമ്പിൾ വരുമ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്തില്ലാക്കുക, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തില്ലാക്കുക. എപ്പോഴും നമ്മൾ വൈയുടെ കോഎഫിഷ്യൻറ്റിനെ തന്നെ ഇക്വേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈക്വൽ ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗുഡ്.